welcome to my YouTube channel Johnny with Rachel. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോവാണ്. എൻ്റെ കൂടെ ഇപ്പോൾ അച്ഛനും അമ്മയാണ് ഉള്ളത്. ഞങ്ങൾ ഒരുമിച്ചാണ് സ്റ്റേക്കേഷന് പോകുന്നത്. അതെ, റേച്ചു പറഞ്ഞതുപോലെ നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ UAE ഫുജേറയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷാർജയുടെ ഭാഗമായിട്ടുള്ള കോർഫക്കാൻ സിറ്റി വഴിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഏരിയയിലൊക്കെ കുറേ ഭാഗങ്ങൾ ഷാർജയുടേതും ഫുജേറയുടേതും മിക്സായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഷാർജയുടെ ഭാഗമായിട്ടുള്ള കോർഫക്കാനിലാണ്. അപ്പോൾ ഈ കോർഫക്കാൻ കഴിഞ്ഞിട്ട് ഇത് കോർഫക്കാൻ സിറ്റിയാണ്. കോർഫക്കാൻ ബീച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുജേറ ഡിബയിലോട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പോകുന്ന വഴിയിൽ റേച്ചിന് കുറച്ച് വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആൾ സെറ്റായി. ഇത് കോർഫക്കാൻ ബീച്ചാണ്. ഇവിടെ നമ്മൾ ഇതിനു മുമ്പും റേച്ചുമായിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഈവനിങ്ങിലൊക്കെ നടക്കാനും ഒന്ന് വെറുതെ കാറ്റുള്ളതിനും ഒക്കെ നമ്മൾ ഇടയ്ക്ക് വെറുതെ വരാറുള്ള സ്ഥലമാണ്. ഫുജേറയിൽ നിന്ന് അടുത്തായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട്. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും. റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു വാട്ടർഫോൾ. അതിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അത് നിങ്ങൾക്ക് വേറൊരു ദിവസം കാണിച്ചു തരാം ഞാൻ. അങ്ങനെ നമ്മൾ കോർഫക്കാൻ കഴിഞ്ഞ് ഫുജേറ ഡിബയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. വെയിലില്ല, എന്നാൽ ഒരു തണുത്ത കാറ്റും നല്ല തണുത്ത കാലാവസ്ഥ തന്നെയായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു മഴയൊക്കെ പെയ്തായിരുന്നു. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ കോൾഡൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നൊരു സൗണ്ടൊക്കെ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. റോഡിൻ്റെ റൈറ്റ് സൈഡാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലും ലെഫ്റ്റ് സൈഡ് നല്ല വലിയ മലകളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ സാധാരണ UAE എന്നൊക്കെ പറയുമ്പോൾ ദുബായ് ഭയങ്കര സ്കൈ സ്ക്രാപ്പേഴ്സ്, ഭയങ്കര വലിയ ബിൽഡിങ്സും അതൊക്കെയാണ്. ഇത് സിറ്റിയുടെ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞിട്ടുള്ള ഭയങ്കര കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ വഴിയിൽ കാണുന്നതും ഒക്കെ അത് തന്നെയാണ്. ഈ വഴിയിൽ പോകുന്ന വഴിക്ക് ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയാസും ഒക്കെയുണ്ട്. ഇപ്പം നമ്മൾ ഈ ടണലിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ ടണലിൽ കയറി ഇറങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ ദൂരത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇച്ചിരി പൊക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഞാനിതൊരു നിങ്ങളുടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഫുജേറ ഡിബയിൽ അള്ളക്ക ബീച്ചിൽ റോയലം ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ടണൽ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ദൂരത്തിൽ കാണാം കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ബിൽഡിങ് ഹോട്ടൽ ഏതാണെന്ന് നമുക്ക് ദൂരത്തുനിന്ന് കാണാൻ പറ്റും. ഒരുപാട് ഇപ്പോൾ റോയലം മാത്രമല്ല, ഒരുപാട് ഹോട്ടലുകൾ, ഒരുപാട് പ്രോപ്പർട്ടീസ് അടുത്തടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണിത്. നല്ല ബീച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് അടുത്തടുത്തുണ്ട്. അല്ല, നമ്മൾ ചൂസ് ചെയ്തതാണ് ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഹോട്ടലിലെത്തി ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. പുറത്തുനിന്നുള്ള കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതാണ് ഇവിടുത്തെ ലോബി വരുന്നത്. നമ്മൾ ഫ്രണ്ട് ഡെസ്കിൽ വന്നു. നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയൊക്കെ കാണിച്ചു. റേച്ചുവിൻ്റെ എമിറേറ്റ്സ് ഐ ഡിയും കാണിക്കണമായിരുന്നു. അതൊക്കെ കാണിച്ചു. നമ്മൾ നമ്മുടെ റൂമിൻ്റെ കീയൊക്കെ മേടിച്ച് നമ്മൾ പോവുകയാണ്. ഇവിടെ ടോട്ടൽ 15 ഫ്ലോർസ് ആണുള്ളത്. അതിൽ 13th ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. 14 ഫ്ലോർസും റൂംസൊക്കെയാണ്. ഏറ്റവും ലാസ്റ്റ് 15 ഫ്ലോർ വന്നിട്ട് അവിടുത്തെ ടെറസാണ്. മീൻസ് ബാറും വേറൊരു റെസ്റ്റോറൻ്റൊക്കെ ആയിട്ടുള്ള
ഇതാണ് വരുന്നത്. അങ്ങനെ നമ്മൾ 13th ഫ്ലോറിൽ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു. ഭയങ്കര ലക്ഷൂറിയസും ഭയങ്കര സ്പീഷ്യസ് ആയിട്ടുള്ള റൂംസ് ആയിരുന്നു. റേച്ചുവിന് പിന്നെ ബാത്റൂമിൽ ബാത്ത് ടബ് കണ്ടപ്പോൾ തന്നെ റേച്ചു ഫ്ലാറ്റ്. ഈ സൈഡിലെ ഈ ഷെൽഫിൽ ലോക്കറും പിന്നെ മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലൊരു വലിയ വാർഡ്രോബ് ഉണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡും സ്പെഷ്യൽ സോഫയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാൽക്കണീൻ്റെ ഈ വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അതിങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ട്. ഭയങ്കര സ്പെഷ്യൽ വ്യൂ ആയിട്ടുള്ള സീ വ്യൂ തന്നെ റൂം നമുക്ക് കിട്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള വരുന്നത് മലയൊക്കെ കാണുന്ന രീതിയിലുള്ള വ്യൂ ആണ്. ഇത് നമുക്ക് ബാക്ക് സൈഡ് നമ്മുടെ സീ വ്യൂ ആയിട്ടുള്ള റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ താഴെ പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള കോട്ടേജസും അവരുടേത് അവൈലബിൾ ആണ്. താഴെ കിഡ്സ് പൂളും അഡൾട്ട് പൂളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബീച്ച് ഏരിയ ഫുള്ള്. പിന്നെ ആ കടലിന് നടുക്ക് പ്രത്യേകമൊരു സ്പെഷ്യലായിട്ടൊരു കുഞ്ഞു മല പോലെയൊക്കെ വന്നിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുള്ള വ്യൂ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബാൽക്കണിയിൽ ഒരു കോഫി ടേബിളും 2 ചെയറൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാൾ ഹാങ്ങേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാനും. അങ്ങനെ വാൾ ഹാങ്ങേഴ്സ് ഉണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. റേച്ച് ബാത്ത് കുളി തുടങ്ങിയിട്ടുണ്ട്. റേച്ചു നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്, ഒരു 2 വീക്സ് മുമ്പ്. അപ്പോൾ മാക്സിമം റേച്ചു നാട്ടിൽ പോകുന്നതിന് മുമ്പേ അവളെ ഭയങ്കര ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേക്കേഷൻ തിരഞ്ഞെടുത്തായിരുന്നു. അത് എന്തായാലും വേർത്തിട്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റേക്കേഷൻ. നമ്മൾ നമ്മുടെ 13th ഫ്ലോറിൻ്റെ ഈ കോറിഡോറിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. അവിടുത്തെ ഏറ്റവും അറ്റത്തുള്ള ആ വിൻഡോയിൽ കൂടെ നമ്മൾ വ്യൂ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ താഴെ ലോബിയിൽ തന്നെയുള്ള ഒരു ലോഞ്ച് കഫറ്റീരിയ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് സ്നാക്സും കോഫിയൊക്കെ കുടിക്കാനുണ്ട് ഇവിടെ. അത് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഫുഡ് കോർട്ടിലാണ്. ഇവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ട്. ബ്രൗണി, സാൻഡ്വിച്ച്, ഇങ്ങനെയൊക്കെ ഒരേ സാധനങ്ങളുണ്ട്. മഫിൻസ് ആൻഡ് ക്രോസൻസ് ഒക്കെ. കോഫി, ഫ്രൂട്ട് കേക്ക് ആൻഡ് എന്തായിരുന്നു സാൻഡ്വിച്ച് നമുക്ക്. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്നത് അവർ ഡിസ്പ്ലേ വച്ചിരിക്കുന്നതാ. അപ്പോൾ അവർ നമുക്ക് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഗായ്സ്, നമ്മുടെ കോഫി വന്നിരിക്കുന്നു. ക്യാപ്പിച്ചീനോ കോഫിയും നമുക്ക് പിന്നെ സെപ്പറേറ്റ് ഷുഗറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫ്രൂട്ട് കേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഫ്രൂട്ട് കേക്കല്ല, ഒരു വൈറ്റ് ഫോറസ്റ്റ് തീമിലുള്ള കേക്കിൽ ബദാം ഫ്ലേക്സും മീതെ കുറച്ച് ചെറീസും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ കേക്കും വന്നു. ഇനി ഞങ്ങളുടെ സാൻഡ്വിച്ച് വരാനുണ്ട്, അത് പ്രിപ്പറേഷനിലാണ്. ഞങ്ങളുടെ സാൻഡ്വിച്ചും വന്നു. റേച്ച് ഇവിടെ സോസും മയനൈസും കൂടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ
ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് മിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. റേച്ച് മിക്സ് ചെയ്തെന്നത് കണ്ടാൽ ആർക്കും കഴിക്കാൻ തോന്നൂല, അത് വേറെ. സാൻഡ്വിച്ച് കൊള്ളാവോ? സൂപ്പർ. നമുക്ക് ഇനി ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാം. ഞാൻ മിക്സ് ചെയ്ത സോസാണ്, ഫ്രഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇറങ്ങിയിരിക്കുകയാണ്, ബീച്ച് സൈഡ്. ഇവിടെയാണ് പാർക്കും കിഡ്സ് പൂളും അഡൽട്ട് പൂളും എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ അറിയിച്ചും അച്ഛനും പാർക്കിൽ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഇതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്വിമ്മിംഗ് പൂളിലോട്ട് വരും. റീച്ചുവിന് ഇതിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കയറ് പോലത്തെ സംഭവത്തിൽ കയറാനായിട്ട്. പിന്നെ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഹെൽപ്പോടെയൊക്കെ കയറി. നമ്മളിപ്പോൾ പൂളൊക്കെ കാണാൻ വന്നു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു സാധനം കൂടെ കിട്ടും കേട്ടോ. അതായത് ടവൽ കാർഡ് എന്നും പറഞ്ഞ ഒരു കാർഡ് കിട്ടും. ഈ കിഡ്സ് പൂളിൻ്റെ അടുത്തായിട്ടാണ് അതിൻ്റെ കൗണ്ടർ വരുന്നത്. നമ്മൾ ടവൽ നമുക്ക് കിട്ടുന്നതും നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതും ഒക്കെ ഇവിടെ തന്നെയാണ്. കാർഡ് കൊടുക്കുമ്പോൾ ടവല് തരും, ടവല് തിരിച്ചു കൊടുക്കുമ്പോൾ കാർഡ് തിരിച്ചു തരും, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ പൂളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ റൂമിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇറയിച്ച് ഊഞ്ഞാലും കൂടെ ആടിയിട്ടാണ് പോകുന്നത്. നമുക്കൊരു ഇൻഫിനിറ്റി പൂളാണുള്ളത്. അഡൽട്ട് പൂൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പൂളാണ്, ഡയറക്റ്റ് ടു സീ. അതിവിടെ കേട്ടോ. എങ്ങോട്ടാ പോകുന്നേ? നോ, ഗോ ടു കിഡ്സ് പൂൾ. ഇതാ കിഡ്സ് പൂൾ, എങ്ങോട്ട് വന്നേ? ഞങ്ങൾ 3 പേരും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേച്ചു സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. റേച്ചുവിൻ്റെ ഹാപ്പിനെസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ പൂളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഇവരുടെ തന്നെ നോട്ടില്ലാസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ 2 മോക്ടെയിൽസൊക്കെ മേടിച്ചു, അവിടെ തന്നെ ഇരുന്നു. അപ്പം സന്ധ്യ ആകാറായിട്ടുണ്ടായിരുന്നു, നേരം മങ്ങി തുടങ്ങിയപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന്. പിന്നെ റേച്ചു പൂളിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല, വെള്ളത്തിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റേച്ചു അവിടെ തന്നെ ഉണ്ട്. ഞാൻ റേച്ചുവിന് അങ്ങോട്ട് ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് റേച്ചു പിന്നെ കിഡ്സ് പൂളിലോട്ട് കുറച്ച് നേരം ചാടി, അവിടെ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി. കാരണം നമുക്ക് ഡിന്നർ ഉണ്ട് ഇവിടെ നിന്ന്.
അടിപൊളി വ്യൂ ആയിരുന്നു ബാൽക്കണിയിൽ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ കോർഫക്കാൻ ഹാർബറിലോട്ടുള്ള ഷിപ്പിൻ്റെയൊക്കെ ആ ലൈറ്റും ഒക്കെ നമുക്ക് കടലിൽ കാണാമായിരുന്നു. ആ പൂളിലെ ലൈറ്റും താഴെയൊക്കെ ഉള്ള ഫുൾ ലൈറ്റിങ്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നറിനായിട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാൽമിനോ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലായിരുന്നു നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നത്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഈ സെയിം റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഈ ഹോട്ടലിൽ ടോട്ടലായിട്ടൊരു 5 or 6 റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. ഈ പൂൾ സൈഡും ലോബിയിലുള്ളതും റൂഫ് ടോപ്പിലും ഇപ്പം നമ്മൾ പോയതും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഡാനോണ എന്ന് പറഞ്ഞിട്ടൊരു ബാറും റെസ്റ്റോറൻറ്റ് കൂടിയിട്ടുള്ള വേറൊരു ഇതുണ്ടൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഓപ്പണായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ താഴെ ജസ്റ്റ് നടന്ന് ലൈറ്റ്സൊക്കെ കണ്ട് പിന്നെ റീച്ച് പാർക്ക് കണ്ട പിന്നെ അങ്ങോട്ട് ഒറ്റ ഓട്ടമാണ്. അങ്ങനെ പാർക്കിലൊക്കെ കുറേ നേരം നിന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നാളത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് സോനയും സ്റ്റീം ബാത്ത് ജക്കൂസി ഇതൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 2nd ഫ്ലോറിലാണ് ഈ ബുക്ക് ചെയ്യുന്ന ഇത് വരുന്നത്. ഈ സോനയും സ്റ്റീം ബാത്ത് ഇതെല്ലാം സെയിം 2nd ഫ്ലോറിലാണ്. ഈ സെറനിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ്. ഇവിടെ തന്നെയാണ് ജിമ്മും ഉള്ളത്. അപ്പം നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ട് ജിമ്മിലും കൂടെ കയറി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ജിമ്മിനുള്ളിൽ നമ്മൾ കുറേ നേരം നടന്ന് കണ്ടു. പിന്നെ ട്രെഡ്മില്ല് കണ്ടപ്പോഴത്തേക്കും എനിക്കറിയില്ല പേര് ശരിയാണോ എന്ന്, ട്രെഡ്മില്ലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ട്രെഡ്മില്ല് കണ്ടപ്പോഴത്തേക്കും റേച്ച് കുറേ നേരം അതിൽ ചാടി കയറിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം നടന്നു ട്രെഡ്മില്ലിൽ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുത്തെ കുറേ നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും താഴെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഡിന്നർ ടൈം അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു ഡിന്നറിന് വേണ്ടിയിട്ട്. നമ്മളും കയറി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ഗസ്റ്റ് വരുന്നത് റഷ്യൻസാണ്. അപ്പം ഇവിടുത്തെ മെനു ഒക്കെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ മെനു വരുന്നത്. ഒരുപാട് ബ്രെഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള ബ്രെഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കസ്റ്റാർഡ് ഫില്ലിംഗ് ആയിട്ടുള്ളതും ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിട്ടുള്ളതും ചീസ് ഫില്ലിംഗ് ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് ബ്രെഡ് ഐറ്റംസും പിന്നെ ഒരുപാട് തന്നെ എന്താ പറയുക ഈ സാലഡുകൾ, പലതരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിക്സായിട്ടുള്ള സാലഡും അതിൻ്റെ സീസണിങ്സ്, ടോപ്പിങ്സ്, പിന്നെ കുറേ ഡിപ്പിങ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് പോയപ്പോൾ സൂപ്പ് ഭയങ്കര അടിപൊളി സൂപ്പായിരുന്നു. ഭയങ്കര സീ ഫുഡ് മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്രാബും ഫിഷ് മീറ്റും പിന്നെ എന്തൊക്കെ നമ്മൾ ചിപ്പി എന്ന് പറയില്ലേ, കല്ലുമ്മക്കായ, അതിൻ്റെ ഷെല്ലോട് കൂടിയൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര അടിപൊളി സൂപ്പ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ ഗ്രില്ല്, ഫിഷ് ഗ്രില്ല്, ബീഫ് സ്റ്റീക്ക്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ റൈസ് ഐറ്റംസ് ഒക്കെ കുറവായിരുന്നു. പ്ലെയിൻ റൈസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ റൈസൊന്നും എടുത്തില്ല. നമ്മളല്ലാണ്ട് തന്നെ ഗ്രില്ലും വേറെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ നല്ല ഡിന്നർ തന്നെയായിരുന്നു. നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഐറ്റംസ് കുറവാണെങ്കിലും പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രില്ലും സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡെസേർട്ടും കുറച്ചധികം തന്നെ ഫ്രൂട്ട്സും പിന്നെ യോഗേർട്ടും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ച് നേരം നടന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് പുറത്ത് പാർക്ക് സൈഡിൽ വന്നതാണ്. പിന്നെ റേച്ച് ഊഞ്ഞാലാട്ടം തുടങ്ങി, കുറേ റൈഡിലൊക്കെ കയറി. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം നടന്നു. പിന്നെ ഒരു ആ സൈഡ് ഫുള്ള് ഭയങ്കര ഒരു സ്മൂത്തായിട്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സാധനത്തിൽ കൂടെയാണ് ഈ മ്യൂസിക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കര അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. ഫുള്ള് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വന്ന് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ട് കുറച്ച് നേരം നടന്നു. ബീച്ചിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പോയില്ല, നേരെ റൂമിൽ പോയി. അങ്ങനെ പിന്നെ ഏറ്റവും റൂഫ് ടോപ്പിൽ DJ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പോൾ അവിടെ കിഡ്സിന് അലൗഡല്ല. മോളെ നമ്മൾ TV ഒക്കെ കാണിച്ച് റൂമിലിരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. വീണ്ടും ഓരോ മോക്ടെയിലൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് റൂമിലോട്ട് പോയി ഉറങ്ങി.
ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. സൺറൈസിന് മുമ്പുള്ള. സൂര്യനൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റതാണ്. ഇത് ഭംഗിയല്ലേ. സൂര്യൻ ഉദിച്ചില്ല, പക്ഷെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ നല്ല ഭംഗിയാണ്. ആ കടൽ കിടക്കുന്നതാണ്, എന്ത് ഭംഗിയാ. സൺറൈസ് കാണാനാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ വന്നത്. അങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടി എഴുന്നേറ്റു. റേച്ചുവും ഞങ്ങളോടൊപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂര്യൻ പതുക്കെ പതുക്കെ പൊങ്ങി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറേ നേരം ബാൽക്കണിയിൽ തന്നെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിന് നേരെ തന്നെയായിരുന്നു. അങ്ങനെ ഈ സീ വ്യൂ കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾക്ക്. നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ സ്കൈ ഫുള്ളും ഒരു ഓറഞ്ച് കളറിലായിട്ട് അത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ നേരെ ഫ്രഷായി ഞങ്ങളിനി പോകാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അവിടെയും 7:00 7:30 ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും. അങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. ഇന്നലത്തേനേക്കാളും ഡിഫറെൻ്റായിട്ട് ഒരുപാട് ഡിഫറെൻ്റായിട്ട് പല തരത്തിലുള്ള കാണാനും ഭംഗിയുള്ള ഒരുപാട് ബ്രെഡുകൾ, ചോക്ലേറ്റ് കപ്പ് കേക്ക്, വാനില കപ്പ് കേക്ക്, ഡോണറ്റ്സ്, മഫിൻസ്, പിന്നെ ക്രോസൻസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ്സ്, പലതരത്തിലുള്ള ബിസ്ക്കറ്റ്സ്, ഫ്രൂട്ട് കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള സാലഡ്സിൻ്റെ ടോപ്പിങ്സ്, സീസണിങ്സ്, ഡിപ്പുകൾ, അങ്ങനെ ഒരുപാട്. പിന്നെ സീറൽസും ചോക്കോസ്, ഓട്സ്, കോൺഫ്ലെക്സ്, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. മിൽക്കും അതുപോലെ തന്നെ ഒരുപാടുണ്ടായിരുന്നു. ഓട്ട് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്നും നിങ്ങളെ കുറേ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും പറ്റുന്ന അത്രയും വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സിനമൺ റോൾസ്, സ്പ്രിംഗ് റോൾസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പലതരത്തിലുള്ള വെജിറ്റബിൾസ്, പലതരത്തിലുള്ള കട്ട് ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള യോഗേർട്ട്, ഫ്ലേവർഡ് യോഗേർട്ട്, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെപ്പറേറ്റായിട്ട് തന്നെ ജ്യൂസ് കൗണ്ടർ ഉണ്ടായിരുന്നു, കോഫി കൗണ്ടർ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ പോയി മേടിക്കാം. അങ്ങനെ നമ്മൾ പറ്റുന്ന അത്രയും ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. റേച്ചുവിന് വേഫിൾസും ചോക്ലേറ്റ് ഡിപ്പിങ്സും ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ച് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് വന്നിട്ട് ആ റെസ്റ്റോറൻറ്റ് പുറത്തായിട്ട് തന്നെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു. ഈ ഓപ്പോസിറ്റ് കാണുന്ന ഡണ്ണോണ എന്ന് പറയുന്നത്, എനിക്കറിയില്ല പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന്, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അതൊരു ബാർക്കം റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ ലോബിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇവിടെ കുറേ ഡ്രോയിങ്സ് ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ ബീച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് ബീച്ചിലോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം ബീച്ചിൽ അവിടെ ഇരുന്നു. കുറേ ആൾക്കാർ സൺബാത്തിന് വേണ്ടിയിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പാർക്കിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പാർക്കിൽ പോയിട്ട് അവിടെ ടേബിൾ ടെന്നീസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ അച്ഛനും മോളും വീണ്ടും അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ കുറേ നേരം നമ്മൾ പാർക്കിൻ്റെ അവിടെ തന്നെ വീണ്ടും ചിലവഴിച്ചു. കാരണം അറിയാമല്ലോ, റേച്ചുവിന് പാർക്ക് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അതാണ് റേച്ചുവിൻ്റെ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ കുറേ ചുറ്റുവട്ടങ്ങളൊക്കെ കാണിക്കണമല്ലോ, അതിൻ്റെ പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോനയൊക്കെ. അങ്ങനെ നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി പറഞ്ഞിരുന്നില്ലേ ഇവിടെ കിഡ്സ് പൂൾ കാണാൻ രാവിലെ നല്ല ഭംഗിയായിരിക്കുമെന്ന്. അവിടെ സൈഡിൽ വെച്ചിട്ടുള്ള ഫിഷിൻ്റെ നിന്നൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മേളിൽ വെച്ചിട്ടുള്ള ആ ബക്കറ്റ് പോലത്തെ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. റേച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി. വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റീം ബാത്തും സോന ജക്കൂസി ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ വന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് റേച്ചുവിനെ സമാധാനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ നമുക്ക് ജക്കൂസിക്കുള്ള ടൈം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു കിഡ്സ് ക്ലബ്ബ് ഉണ്ട് ഗൈസ്. ഇവിടെ കുട്ടികളുടെ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ലൈക്ക് ഡ്രോയിങ്, പിന്നെ ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന, ജ്വല്ലറീസൊക്കെ മേക്ക് ചെയ്യുന്ന, അങ്ങനത്തെ കുറേ കിഡ്സിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 10 to 12:30 ആൻഡ് ആഫ്റ്റർനൂൺ 2:30 to 6 o'clock. ഇതാണ് ഇവരുടെ ടൈമിംഗ്. പിന്നെ 4 years to 12 years വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ വരാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെയാണ് കിഡ്സിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കിഡ്സിന് സ്പോർട്സ് എക്സസൈസും പിന്നെ കിഡ്സിനെ പൂളിലോട്ടൊക്കെ കൊണ്ടുപോകും. കിഡ്സിന് പസിൽ ടൈം, സിനിമ ടൈം, ആർട്സ്, അങ്ങനത്തെ കുറേ കളറിങ് ബുക്സ്, ഡ്രോയിങ്സ്, ഹാൻഡ് മെയ്ഡ് ഫ്രം ബലൂൺസ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെയുണ്ട്. അതിന് ഓരോന്നിനും ഓരോ ടൈമിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ സോനയ്ക്കും ജക്കൂസിക്കൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കിഡ്സിന് അവിടെ അലൗഡ് അല്ല. അപ്പോൾ മോളെ ഞങ്ങളിവിടെ ആക്കിയിട്ടായിരിക്കും പോകുന്നത്. നമ്മളിവിടെ സോന, സ്റ്റീം ബാത്ത്, ജക്കൂസി മൂന്നും അടുത്തടുത്താണ്. ആദ്യം നമ്മൾ സോനയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സും പിന്നെ ടവൽസും റൂം കാർഡ്, ടവൽ കാർഡ് അതെല്ലാം നമുക്ക് വയ്ക്കാനായിട്ട് ഇവിടെ ലോക്കറുണ്ട്. അപ്പോൾ ഇവിടെ വച്ചിട്ട് ഇവിടെയാണുള്ളത്. ഇതൊക്കെ സ്പാ ഏരിയാസാണ്. ഇതാണ് സോന. ഇപ്പൊ നല്ല ചൂടുണ്ടല്ലേ. ഇതായിരുന്നു ഞങ്ങളിന്ന് സോന റൂം. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോഴേക്കും മൊറോക്കൻ ബാത്തിൻ്റെ റൂമാണ്. ഇവിടെയാണ് സ്റ്റീം റൂം വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ജക്കൂസി. അപ്പോൾ
അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റേച്ചുവിനെയും കൂട്ടി റേച്ചുവിനെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും സ്വിമ്മിംഗ് പൂൾ അഡൽട്ടിൻ്റെ ആണെങ്കിലും കിഡ്സിൻ്റെ ആണെങ്കിലും കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ. പിന്നെ അഡൾട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ചധികം ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സസൈസും സൂംബ ഡാൻസ് അങ്ങനെയൊക്കെ പോലെ കുറച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭയങ്കര മ്യൂസിക്കും ഡാൻസും ഒക്കെ തന്നെയായിരുന്നു. ആ ഒരു ആംബിയൻസൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റി. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഈ ഒരു ആക്ടിവിറ്റി ഒരു എന്താ പറയുക, ആ ഒരു സാധനമൊക്കെ വെച്ചിട്ട് പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വേറെ അങ്ങനെ സ്വിമ്മിംഗ് പൂൾ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെക്കൗട്ടിനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ റേച്ചു നാട്ടിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേക്കേഷൻ വീഡിയോ ആയിരുന്നു ഇത്. ഇനിയും ഒരുപാട് വീഡിയോസും ഷോർട്സും ഒക്കെ വരാനുണ്ട് റേച്ചു ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ബൈ.